സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ പ്രശ്നം കേൾക്കാൻ ഇവിടെ ആരുമില്ലേ? എന്താടാ പ്രശ്നം? എടാ മണിയാ, നിനക്കറിയാമോടാ മണിയാ എന്റെ പ്രശ്നം? പ്രശ്നം പറ. പ്രശ്നം ഉണ്ടളിയോ? ആദ്യം അടി, ഞാൻ അടിക്കാം. സാധനം പറ. ഇപ്പൊ എനിക്കതങ്ങനെ ആർക്കും പറയാൻ പറ്റൂലടാ. ഞാൻ കേക്കാം, നീ പറ. പറഞ്ഞോ? അതിപ്പോ ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറയോടാ? വാ കൊണ്ട് പറ. ഓ, വാ കൊണ്ട് പറയണ മാത്രമേ ഇപ്പൊ നടക്കണോൾടാ, വേറെ ഒന്നും നടക്കണില്ല. നീ പറ, നിനക്ക് പ്രശ്നം ഉണ്ടാ? ഓ, എനിക്ക് പ്രശ്നം ഉണ്ടാ. പ്രശ്നം ഉണ്ടടാ, ഉണ്ട്. ഞാനാടാ നിന്റെ പ്രശ്നം? അയ്യോ, നീ അല്ലടാ ഉയിര്. നീ അല്ലടാ പ്രശ്നം. ആര്? പണിയാ, എന്റെ പ്രശ്നം ഒന്ന് കേൾടാ. ഓടാ, നാളെ ഡെലിവറി എടുക്കാനുള്ളതാണ്. എന്റെ പ്രശ്നം ഒന്ന് ഡെലിവറി ആക്ക്, എന്നിട്ട് പോ. വാടാ, വാ, വാടാ, വാ. മതിക്കൂലല്ലോ പണിയെടുക്കാൻ. എന്റെ ഫ്രണ്ട് അല്ലേടാ നീ? എടാ, എനിക്കാരുമില്ല. എടാ ഞാൻ ഉണ്ടറാ, നീ പറ നിന്റെ പ്രശ്നം എന്താണെന്ന്. പിന്നെ നീ എന്തൊരിട്ട് ഒരക്കണത്? എടാ അത് നാളെ ഡെലിവറി എടുക്കാനുള്ളടാ. നാളെ കൊടുക്കണ്ടാ, നാളെ നമുക്ക് കൊടുക്കണ്ട. ഇനിയെങ്കിലും ഒന്ന് പറ. നിനക്കറിയാമോ? ഇനി ഒന്നും മിണ്ടണ്ട. നീ കേക്കണം, കേക്കണം, നീ കേക്കണം, കേക്കണം, കേക്കണം. ഇതൊക്കെയാണ് പെണ്ണ്. ഓ, എന്തൊരു സ്ട്രക്ചറടേ. കണ്ടു കാണോ എന്തോ. മലത്തി വെക്കാം. എന്താ മുത്തേ, പറ. ചേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. പറ. ചേട്ടാ, നമ്മുടെ ദാമ്പത്യത്തെ കുറിച്ച്. ഇതല്ലേ മുത്തേ നമ്മുടെ ദാമ്പത്യം? അതല്ല ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ മനസ്സിലായി, മനസ്സിലായി. ചെടുക്കായല്ലേടി കള്ളി.
പിന്നീട് എപ്പോഴെങ്കിലും ആവാം. ഞാൻ പോണു. ഇപ്പം മനസ്സിലായ ഞാൻ പറഞ്ഞത്? നീ കേട്ടില്ലേ? ഞാൻ മനസ്സിലുള്ളെല്ലാം പറഞ്ഞില്ലേ? നിന്റെ ഫ്ലാഷ് ബാക്കിലുള്ള കാര്യം ഞാൻ എങ്ങനെയാണോ കേക്കണ? അപ്പൊ നീ ഒന്നും കേട്ടില്ലേ? ഇല്ല. ഓ മണിയാ, എന്തോ അവള് പറയല്ലേ ഓ ഞാൻ അവളുമായിട്ടൊന്നും ഏർപ്പെടല്ലെന്ന്. അതെന്തോ നീ ഏർപ്പെടല്? എടാ ഞാനും അവളായിട്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലടോ. ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല, പക്ഷെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇവൻ മറ്റേതാണേ. മാറി നിന്ന് സംസാരിച്ച്. അതല്ലടാ. വിട്. അയ്യേ എടാ, നിന്റെ കൈമാറ്റ്. അതല്ലടാ. പിന്നെ എനിക്ക് എന്തെങ്കിലും തോന്നണമെങ്കിൽ ഉണ്ടല്ലോ, നല്ല മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളെ കാണണം. എന്റെ പെണ്ണ് മോഡേൺ അല്ലടാ. എന്തെങ്കിലും പരിഹാരം ഉണ്ടാ? കുട്ടാ, പറമണിയാ. ഇപ്പൊ എന്റെ പരിഹാരമൊന്നും വരണില്ല. അയ്യോ, പക്ഷെ പരിഹാരം ഉണ്ടാക്കാം. അത് മതി. ഈ മണിയന്റെ പരിഹാരം ഉണ്ട്. നീ ഇരി, അടി, ഞാൻ ഒരയ്ക്കാം, നാളെ കൊടുക്കാം. താരക പെണ്ണാളേ, കതിരാളും മിഴിയാളേ, തമ്പൂരാൻ കിട്ടിയ ഉന്നന്റെ മട്ടിയ ഓല പറിച്ചാരേ. അളിയ പറ. അളിയ ഐഡിയ. അളിയ ഏത് ഐഡിയ? എടാ, ഇന്നലെ പറഞ്ഞ ഐഡിയ. അളിയ ഏത് ഐഡിയ? ഇന്നലെ പറഞ്ഞ ഐഡിയ. എടാ ഏത് ഐഡിയ? അളിയ, എന്റെ ജീവിതത്തിന്റെ ഐഡിയ. അയ്യോ, എന്റെ ജീവിതം പോയി. ഇന്നലെ അടിച്ചോണ്ടിരുന്ന സമയത്തിന് ഐഡിയ ചോദിച്ചില്ലേ, നീ പറഞ്ഞു തരാന്ന് പറഞ്ഞ്. എന്റെ പൊന്നളിയ, എനിക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ബോധമില്ല, നിനക്കറിയാല്ല. നീ മറ്റന്നാ വരുമ്പോ ഒരു കുപ്പി വാങ്ങിക്കൊണ്ട് വാ. കുപ്പി കാണുമ്പോ ഞാൻ ഓർക്കും. അപ്പൊ എന്റെ ജീവിതം അതൊക്കെ സെറ്റാക്കാടാ. അമ്മേ, ഞാൻ കുളിക്കാൻ പോണേ. അയ്യോ, ഇത്ര നിനക്ക് ഉറക്കാൻ പോണോടാ? അളിയ ഉരയ്ക്കാൻ പോണം. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് പോകുമ്പോഴാണോ എന്റെ പെണ്ണ്. എന്റെ ജോണിയാശാനെ ശക്തി തരണേ. എന്റെ ജീവിതം. സുഹൃത്തേ, ഇതൊന്നും ഇത് പൊളിക്കും. എന്താ ഇത്? ഇങ്ങേട് എന്റെ ദൈവമേ, ദൈവമേ, എനിക്ക് കൺട്രോൾ തരല്ലേ. വാ, വന്നിരിക്കേ. വാടി, വന്നിരിക്കടി മുത്തേ. എന്തു പറ്റി ചേട്ടാ? ഒന്നും പറ്റാതിരിക്കാൻ. ആർക്ക്? നിനക്ക്.
എന്റെ പൊന്നെ, ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റുന്നല്ല. നമ്മുടെ ആദ്യ രാത്രിയിലന്ന് പോലും നിന്നെ ഞാൻ ഇത്ര സുന്ദരിയായി കണ്ടിട്ടില്ല. നീ കൊള്ളാം, ഓ കൊള്ളാം. പിന്നൊരു കാര്യം, ഇന്നു മുതൽ നീ രേവതിയല്ല, ലേക്സ്. ലേക്സ് ലേക്സ് നിന്റെ മാത്രം ലെഗ്സ്. ഐ ആം വെരി ഫണ്ണി. എന്താ മുത്തേ ഇത്രയും പറഞ്ഞിട്ടൊന്നും മിണ്ടാത്തെ? അല്ലേട്ടാ, ഈ ഐഡിയ ഒക്കെ എവിടെ നിന്നാ ചേട്ടന് കിട്ടുന്നേ? അത് മുത്തേ, നിങ്ങളും ഇപ്പൊ ഇതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാ, കുറച്ച് പുറകിലോട്ട് പോവാം. എന്റെ ജീവിതം. ഓഫർ 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 വരൂ, ഇതെന്താ? നമ്മുടെ കടയിലേക്ക് വരൂ. ഓഫർ, ഒന്നെടുത്ത 5 ഫ്രീ. എല്ലാ സുന്ദരിമാർക്കും സുവർണ അവസരം. നല്ല മോഡേൺ ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. വരൂ വരൂ. മോഡേൺ. ഇത് പൊളിക്കും. ആ, ഇത് 2 എടുക്കണം. ആ, കൊള്ളാലോ ഇത്. സാറേ പറഞ്ഞോ സാർ. എടാ മോനെ, ഓഫറെ കൊണ്ടുവന്ന് കേട്ടോ. ഓഫറൊക്കെ ഉള്ളൂ സാർ. നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ക്വാളിറ്റിയുള്ള സാധനം മാത്രമേ ഉള്ളൂ സാർ ഇവിടെ. നല്ല മോഡേൺ ആയിട്ടുള്ളതുണ്ടോ? മോഡേണേ ഉള്ളൂ. നല്ല മോഡേൺ ആയിട്ടുള്ളത് വേണം. ഓ എല്ലാം സെറ്റാക്കാം സാർ. ഇനി വന്നാണ്. ആ, നീ എടുത്തുവേ, ഞാൻ എന്താ പറഞ്ഞു. ഓക്കെ അല്ലേ മുത്തേ? ഹാപ്പി ആയില്ലേ? വാ പോവാം. സാറേ വാ സാറേ. ഡേ വരയല്ലേ, നില്ല നീ. എത്ര നേരമായി ഇവളെ കാത്തു നിൽക്കണ്. വാ, പെട്ടെന്ന് വാ, എനിക്ക് ബോറാവണ്. പോച്ചോണ്ട് നിൽക്കാണ് കൊച്ചു കള്ളൻ. ഇങ്ങട്. ഇവനോ? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. താടാ എന്റെ സിഗരറ്റ്. നബിടി, നീ വലിച്ച സിഗരറ്റ് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അങ്ങനെ നീ എന്റെ ഫ്രണ്ട് അല്ലടാ, ഫ്രണ്ട് അല്ല. നീ ഇപ്പൊ ഇങ്ങനെ ഇനി അങ്ങനെ തന്നെടാ, ഇനി അങ്ങനെ തന്നെ. നീ ചതിയനാണ്ടാ, ചതിയൻ. എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നം വന്നപ്പോ നീ പങ്കെടുത്തില്ല. കുട്ടാ, നിനക്കെന്താ പറ്റിയ? നീ ഒന്നും പറയണ്ട. ഞാനും എന്റെ പെണ്ണുമായിട്ടൊരു കുടുംബമായിട്ട് ജീവിച്ചു പോവുകയാണ്. നിന്റെ കൂടെ ഇനി കമ്പനി അടിക്കാനായില്ല. നീ പോ. കുട്ടാ, നീ ഇമോഷണലി ഡാമേജാണ്. വൈകുന്നേരം കുപ്പി ചാടുക, നീ 500 അയച്ചിരി.
കുപ്പി പൈസ ഞാൻ അവന്റെ ഒരു കുപ്പി. നിന്റെ ഒന്നും എനിക്ക് വേണ്ട. ഇവളെപ്പോഴും ഇറങ്ങിയില്ലേ? അതിന് മാത്രം എന്തോന്ന് അവളവിടെ ചെയ്യണ? എല്ലാ തലവേദനകളും എന്റെ മണ്ടേ തന്നല്ല. വാവ്, നൈസ്. അയ്യോ, എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? എങ്ങോട്ടാണോ? കല്യാണത്തിന്. ഈ ഡ്രസ്സിൽ എങ്ങോട്ടാണോ? ഞാനിങ്ങനെ ഡ്രസ് ചെയ്യുന്നല്ലേ ചേട്ടന് ഇഷ്ടം? അത് എനിക്ക് കാണാൻ നാട്ടുകാരെ മൊത്തം കാണിക്കോ നീ? എടി, ഒന്നാതെ നാട്ടുകാരെ ശരിയല്ല. പോയി ഡ്രസ് മാറ്റി പോയി. അവക്കെത്ര ധൈര്യമുണ്ട് ആ ഡ്രസ് ഇട്ടുകൊണ്ട് പുറത്തു പോവാൻ? ഇനിയിപ്പോ ഇത് ഏതെങ്കിലും ഇടാം. എന്റെ വിധി. സൗന്ദര്യമെങ്കിലും ഉണ്ടല്ലോ, എനിക്കത് മതി. അവക്ക് എങ്ങനെ? അവക്കെത്ര ധൈര്യമുണ്ട് എന്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടി? ഇങ്ങനെ വരാൻ എത്ര ധൈര്യമുണ്ട് അവക്ക്? ഒന്നാതെ നാട്ടുകാരൊന്നും ശരിയല്ല. അപ്പൊ അവള് ഇങ്ങനെ കൂടെ കാണിച്ചു കഴിഞ്ഞാ എന്തു വിചാരിക്കും എല്ലാരും? അവക്കല്ല ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളല്ലേ, പിന്നെന്തിങ്ങനെ? ഇതെന്താ ഇങ്ങനെ? അയ്യോ, എനിക്ക് പറ്റല്ലേ ചേട്ടാ. എന്റെ പൊന്നെ, എന്തോന്നിത്? രേവതി, പേടിച്ച? എന്തിനി? ചേട്ടനെ ഇതിനു മുന്നേ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇത് തമാശ അല്ലേ? പക്ഷേ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആയാ മതി. പക്ഷേ ഇത് തമാശയാണ്. ശരിക്കും? ശരിക്കും. എൻ്റെ ലെക്സിനെ ഞാൻ കുറച്ച് ടെൻഷനിലാക്കി. അതുകൊണ്ട് തന്നെ സന്തോഷിപ്പിക്കാൻ ഒരു സോങ്ങിലോട്ട് പോയാലോ? ചേട്ടൻ പാട്ട് പാടുവോ? ഇല്ല, പക്ഷെ പാട്ട് വരും. നീ കണ്ണടയ്ക്ക്. കണ്ണടയ്ക്കടോ, അടയ്ക്ക്. തേൻകനിയെ അരികിൽ മെല്ലെ വന്നൊന്നു നീ നിൽക്കെ, ഞാനലിയും പുതുമഴയാവും. തേൻകനിയെ അരികിൽ മെല്ലെ വന്നൊന്നു നീ നിൽക്കെ, ഞാനലിയും പുതുമഴയാവും. ആത്മാവിനലയിൽ നീളും ആഴങ്ങൾ മെല്ലെ നീങ്ങും, ഓരോരോ വരിയിലൂടെ ഇരുവരും ഒരു നദിയായി. ആത്മാവിനലയിൽ നീളും ആഴങ്ങൾ മെല്ലെ നീങ്ങും, ഓരോരോ വരിയിലൂടെ ഇരുവരും ഒരു നദിയായി. ഇനിയൊരു ജന്മം നീളയരികെ പകരുമി നേരം ഇന്നു വെറുതെ, അകലരു ചിന്നു വീണ്ടും
ഐ എം ഓൾ റൈറ്റ്. ലെഗ്സ്. ഓ ഡാർക്ക് ഡാർക്ക്. എന്തുവാ? ഒരു ഉമ്മാരോ? ഒന്ന് പോയേ. ലെഗ്സ് പോവല്ലേ? ഒന്ന് നിക്ക്. ലെഗ്സ് ഒരു കിസ്. ചേട്ടാ കുറച്ചെങ്കിലും ഒന്ന് റൊമാൻറ്റിക് ആവാം. അറ്റ്ലീസ്റ്റ് എക്സ്പ്രഷൻ എങ്കിലും. അത്രേ ഉള്ളൂ? എന്തായി കാണിക്കുന്നേ? മതിയോ? ഒന്ന് പോ ചേട്ടാ. എന്തോ നട ഇത്? അയ്യോ ഉൽപേഷേട്ടൻ. ഈ ഫാൻസിന്റെ ഓരോ കാര്യങ്ങളെ. വാ പഠിച്ചിട്ട് വാ. എന്തോ നട ഇവിടെ നടക്കണ? അടിച്ചോണ്ട് പോവടേ. കുറെ നേരമായില്ലേ? ചേട്ടാ ഇത് ഉൽപേഷേട്ടൻ. ബ്രോ എന്റെ പേര് ഉൽപേഷ്. വാടി. ബ്രോ കേട്ടില്ലേ? ഉൽപേഷ് ഉൽപേഷ്. നിന്റെ ഉളുപ്പിനാ തീർക്ക് മാറില്ല. വാടി. ബ്രോ എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ട്. ഞാനൊരു കില്ലാടി അവിടുത്തെ. ഓ സമൂഹം എന്നാണാവോ എന്നെ അംഗീകരിക്കുന്നേ? വേണ്ടായിരുന്നു. ഇതെന്ത് പറ്റി? എന്താ ഏട്ടാ? ഒന്നുമില്ല രേവതി. എന്താ കാര്യം പറയേ? ഇല്ല ഒന്നുമില്ല. പിന്നെന്തിനാ കരയണേ? അത് എൻ്റെ ഇരുന്ന് പൈസ എല്ലാം തീർന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണോ പ്രശ്നം? ഇത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. അതിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? പൈസ പോയതുകൊണ്ടാണോ? നമുക്ക് പരിഹരിക്കാം. ചേട്ടനൊരു കാര്യം ചെയ്യ്. ഈ മോതിരം ഒന്ന് ചേട്ടൻ്റെ കഴുത്തിൽ കിടന്ന മാല എവിടെ? അത് ബാത്റൂമിലുണ്ട്. മോതിരം അതും അവിടെ തന്നെ ഉണ്ട്. ബാത്റൂമിലോ? ആ വിട്ടല്ലേ. എൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സ്വർണം തരില്ലായിരുന്നോ? അല്ലേലും ചേട്ടനോട് എന്താ പറയുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് ആദ്യം മുതലേ തോന്നിയതാ, ചേട്ടൻ എന്നെ ശരിക്കും ഇഷ്ടമാണോ? രേവതി, എനിക്കെന്താണ് പറയാനുള്ളതെന്നും എന്താണ് ചെയ്യണമെന്നും അറിഞ്ഞൂടാ. എനിക്കെന്തോ പ്രശ്നമുണ്ട്. അതെനിക്കിപ്പോൾ ആരുടെടുത്തെങ്കിലും പറയണമെന്ന് തന്നെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ അവരെങ്ങനെ എടുക്കുമെന്നോലും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം എനിക്ക് നിൻ്റെ അടുത്ത് പോലും ഒന്നും പറയാൻ പറ്റില്ല. ഇതെന്തോന്ന് പ്രശ്നമാണെന്നോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ചോദിച്ചില്ലേ നിന്നെ ഇഷ്ടമാണോ? നിന്നെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടി വന്നത്. എനിക്കറിഞ്ഞൂടാ ഇനി എന്താണ് ചെയ്യാനുള്ളത്. എനിക്കൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ എന്നോട് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. വെറുതെ ഓരോന്നാലോചിച്ച് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടൻ വിഷമിക്കണ്ട, നമുക്കൊരു ഡോക്ടറിനെ കാണാം.
എത്ര നേരമായി? ഇവിടെ തന്നെ വരാൻ പറഞ്ഞ? ആ ലൊക്കേഷൻ ഇവിടെയാ കാണിക്കുന്നത്. ഇവിടെ ആ വിളിച്ചോക്കിയാണ്. ഹലോ ഹലോ, ആ ഡോക്ടറെ, ഞങ്ങൾ ഈ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എത്തിയായിരുന്നോ? ആ. അവിടെ ഒരു ഫർണിച്ചർ കട കണ്ടോ? ആ ഫർണിച്ചർ കടയുടെ അവിടെയാ നിൽക്കുന്നത്. ആ, അവിടെ തന്നെ നിക്ക്, പോവല്ലേ. ഓക്കെ. എന്തു പറഞ്ഞു? വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഇപ്പൊ വരും. ഇവിടെ ഉണ്ടല്ലേ കട? അല്ലല്ലേ വിളിച്ചാര്? ഇവളാണ് അവള്. ഇന്ന് ഞാൻ പൊളിക്കും. അയ്യോ, ഓ, എന്റെ മൊബൈല്. നീ ഇവിടെ, നീ ഇവിടെ, നീ ഇങ്ങോട്ട് നീങ്ങ. പഠിച്ചോനെ, പ്രത്യുൽപാദന ശേഷിയില്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരുത്തനായിരിക്കണേ. ഓ, എന്തൊരു പൊടി ഇത്. തുടച്ചിടാൻ പറഞ്ഞ് തുടക്കയില്ല. അല്ല, ഞാൻ ഇതാരടുത്ത് പറയണ? ഞാൻ തന്നെ തുടയ്ക്കണം. ഫേഷ്യൽ ചെയ്തപ്പോൾ ഞാൻ കാണാൻ സൂപ്പറായി. അയ്യോ, മുടിയും കൂടെ സ്ട്രൈറ്റ് ചെയ്യാനുള്ളതായിരുന്നു. പോയോ? ഓ, കോർക്കൂന്തലഴകി. ഓ, ഹലോ, ഏ നിങ്ങളല്ലേ വിളിച്ചത്? ഞാൻ തന്നെ. വാ 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 വാ, കേറി വാന്ന്. എന്താടി അവൻ ഇത്ര ആവേശം? അയ്യോ, എന്തെങ്കിലും നടക്കണേ. ഓക്കെയാണ് അൻസാരി, യു ക്യാൻ. വാ വാ വാ, കേറി വാ. വരണം, മടിച്ചു നിക്കല്ലേ, കേറി വാ. വാന്ന് ഇരിക്ക്. അല്ല, ആരാണ്? ഞാനാ? ഓ, ഞാൻ ഡോക്ടർ അൻസാരി. നിങ്ങൾ എന്നെയാണ് വിളിച്ചത് നേരത്തെ, മനസ്സിലായില്ലേ? ഇല്ല. ഇങ്ങനെ നിന്നോണ്ടേ ഒരു കാര്യവും നടക്കൂല. ഇരിയടാ, ഇരിക്കടാ. മോളിരി. വെരി ഗുഡ്. അല്ല, എന്താണ് ഇവിടെ? എന്താണ്? ഹലോ, ഡോക്ടറിന്റെ സൈൻ ബോർഡാണ് അത്. മോളിലുണ്ട്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതല്ല, ഫർണിച്ചർ കടയില് ഇവിടെ. ഓ, അതാണ്. ഈ റോഡ് സൈഡിലെ ഞാൻ ഈ റൂമിന് 16,000 രൂപയാണ് വാടക കൊടുക്കണം, അറിയാമോ? ഇതാവുമ്പോ എന്റെ ഡോക്ടറിന്റെ പണിയും നടക്കും, എന്റെ ഫർണിച്ചർ കച്ചവടവും നടക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോ നിങ്ങൾക്കൊരു കട്ടില് വേണമെന്ന് തോന്നിയാ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കല്ലേ. ഞാനൊരു ഫണ്ടി എന്നല്ലേ. അതിനവിടെ കട്ടിലില്ലല്ലോ. അപ്പൊ കട്ടില് വേണോ? കട്ടില് വേണം. വേണ്ട, കട്ടിലൊന്നും വേണ്ട. അതിനേക്കാൾ ഉറപ്പുള്ള കട്ടിൽ എന്റെ ഉണ്ട്. അതേത് കട്ടില്? ഒരു 5 എണ്ണം ഇറക്കി വെക്കണമല്ലേ? അതെ, പരിഹാരം അതവിടെ നിൽക്കട്ടെ. എന്റെ വേറൊരു ബിസിനസ് ഉണ്ട്, ഞാൻ പറയാം. എനിക്ക് പ്രോപ്പർട്ടിയുടെ കുറച്ച് കച്ചവടമുണ്ട്, റിയൽ എസ്റ്റേറ്റ്. ഇങ്ങോട്ട് നോക്ക്, ഇത് കണ്ട, ഇത് ലുലു മോള്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു 3.5 സെന്റ് വിൽക്കാനുണ്ട്. പിന്നെ സെന്റിന് 1,10,00,000 രൂപ വെച്ച് നീ വിറ്റാ നിനക്ക് 3% കമ്മീഷൻ തരും. സൂപ്പർ. ആ, എന്താ അത്? അത് വേണ്ട, കൈയ്യട്. എന്ത് പറ്റി? പറ മോളെ, നിന്റെ പ്രശ്നം പറ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സാർ. ആണോ? അയ്യോ, ഇങ്ങനെ തന്നെ ഇരുന്നാ മതി, മാറില്ല കേട്ടോ. എന്നെ ഇങ്ങനെ ആക്കിയെടുക്കാൻ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓ, വാട്ട് എ മാൻ. ചേട്ടന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാറൊന്ന് പരിഹരിക്കണം. പറ മോളെ, എന്താ നിന്റെ പ്രശ്നം? പറ. അയ്യോ, ഇതൊക്കെയാണ് സാറേ പ്രശ്നം. കൊടൂരം തന്നെ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വേറെയും പരിപാടികളുണ്ട്. എനിക്ക് ഓഫ്ലൈൻ അല്ലാതെ ഓൺലൈനായിട്ടും ചില പരിപാടികളുണ്ട്. ഏത് പാതിരാത്രിക്ക് വേണോ എന്നെ വിളിക്കാം, എന്റെ നമ്പർ സേവ് ആണല്ലോ അല്ലേ? ഇതെന്തോന്നു? അയ്യോ, അയ്യോ എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പാവണേ. അയ്യോ, ഇവിടെ ആരുമില്ലേ, ഓടി വരണേ. സാറേ,
സാറേ എന്തെങ്കിലും ഒരു പരിഹാരം. അവളെ മുന്നിൽ വെച്ച് ഞാൻ കരയാത്തത് അവളെ ഭർത്താവല്ലേ, വില പോകൂലേ, അതുകൊണ്ട് മാത്രമാണ്. കരയല്ലേ, പരിഹാരം ഉണ്ടടാ, പരിഹാരമുണ്ട്. എൻ്റെ പരിഹാരമുണ്ട്. നീ ഇനി മുതൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. നിന്റെ ഈ റീൽസ് കാണലൊക്കെ നിർത്തണം, മനസ്സിലായോ? അപ്പൊ നിന്റെ ഉള്ളിലുള്ള ശരിയായ വികാരം പുറത്തു വരും. പിന്നെ ബാക്കി രാത്രി നീ എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഉറപ്പല്ലേ? ഞാനിതൊക്കെ തന്നെ ചെയ്യണം. ഇപ്പൊ നീ പോട്ടോ. പോ. അപ്പൊ ഞാൻ വിളിക്കുവേ. ഓക്കെ, പോ. ബൈ. ഓ ഓ ഓ രക്ഷപ്പെട്ടു. സംശയമില്ലെന്ന് തോന്നുന്നു. അവന്റെ നമ്പർ എന്റെ സെൻഡ് ചെയ്തിട്ട് നിന്റെ ഡിലീറ്റ് ചെയ്തോളാ. അപ്പോ വേഗം വാ, പണിയുണ്ട്. ഇങ്ങേർക്ക് ഇതെന്ത് പറ്റി? സുമുഖൻ തന്നെ. രതിലയം ലേന സംഗീതത്താളം. കൊച്ചു കള്ളി വരണം. ഇന്ന് ഞാൻ പൊളിക്കും. എന്താ രേവതി, എന്താ എന്തു പറ്റി? എനിക്കിപ്പോ ചേട്ടൻ്റെ അടുത്ത് പഴയ പോലെ ഒന്നും തോന്നുന്നില്ല. അതെന്ത്? എനിക്കെന്തെങ്കിലും തോന്നണമെങ്കിൽ ചേട്ടനെ മോഡേണായിട്ട് കാണണം. മൂഞ്ചി